വിക്ടോറിയൻ ഏജിലെ ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റാണ് എമിലി ബ്രോണ്ടി. വിക്ടോറിയൻ ഏജിലെ ഫേമസ് നോവലിസ്റ്റ് എമിലി ബ്രോണ്ടി. ആൻഡ് ഷീ ഏൺഡ് ആൻ ഇമ്മോർട്ടൽ ഫെയിം ആസ് എ നോവലിസ്റ്റ് വിത്ത് എ സിംഗിൾ നോവൽ വദറിംഗ് ഹൈറ്റ്സ്. വദറിംഗ് ഹൈറ്റ്സ് എന്നും ഉദറിംഗ് ഹൈറ്റ്സ് എന്നും ഒക്കെ ഒരുപാട് പ്രൊനൗൺസിയേഷൻ ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉദറിംഗ് ഹൈറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, വദറിംഗ് ഹൈറ്റ്സ് ആണെങ്കിൽ അങ്ങനെ. പിന്നെ 2 ഹൗസസിൻ്റെ സ്റ്റോറിയാണ് ഇതിലൂടെ മെൻഷൻ ചെയ്യുന്നത്. ഒന്ന് ഏതാണ്, ഒന്ന് ഉദറിംഗ് ഹൈറ്റ്സും പിന്നെ അനദർ ഹൗസ് എന്ന് പറയുന്നത് ത്രഷ്ക്രോഷ് ഗേഞ്ച്. അപ്പോൾ എമിലി ബ്രോണ്ടി എന്ന് പറയുന്ന വിക്ടോറിയൻ നോവലിസ്റ്റിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ നോവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഈ വദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഏൺഡ് ആൻ ഇമ്മോർട്ടൽ ഫെയിം ആസ് എ നോവലിസ്റ്റ് വിത്ത് സിംഗിൾ നോവൽ വദറിംഗ് ഹൈറ്റ്സ്. അപ്പോൾ ഈ വദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന സിംഗിൾ നോവലിലൂടെ ഇമ്മോർട്ടൽ ഫെയിം ഏൺ ചെയ്തു വരാം എമിലി ബ്രോണ്ടി. ആസ് എ നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇമ്മോർട്ടൽ ഫെയിം ഹോൾഡ് എന്നെന്നും എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫെയിം ഏൺ ചെയ്തു വരാം എമിലി ബ്രോണ്ടി എന്ന് പറയുന്ന നോവലിസ്റ്റ് ത്രൂ ഹിസ് നോവൽ വദറിംഗ് ഹൈറ്റ്സ്. ഇറ്റ് ഈസ് യുണീക്ക് ഇൻ ഇറ്റ് സ്ട്രക്ചർ ആൻഡ് തീം എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് അതർ നോവൽസ് അല്ലെ. മറ്റുള്ള നോവലിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, തീമാണ് ഈ നോവലിൽ എമിലി ബ്രോണ്ടി അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ദ സ്റ്റോറി റിലേറ്റ്സ് ദ ഇൻറ്ററാക്ഷൻസ് ഓഫ് 2 ഫാമിലീസ്. 2 ഫാമിലീസിൻ്റെ സ്റ്റോറിയാണ്, 2 ഹൗസസിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നറേറ്റ് ചെയ്തേക്കുന്നത്. ദ സ്റ്റോറി റിലേറ്റ്സ് ദ ഇൻറ്ററാക്ഷൻസ് ഓഫ് 2 ഫാമിലീസ്. 2 ഫാമിലീസിൻ്റെ സ്റ്റോറിയാണ് മെൻഷൻ ചെയ്യുന്നത്. ഒന്ന് ഏൻഷാ ഫാമിലി, ഒന്ന് ലിൻഡൻസ് ഫാമിലി കേട്ടോ. ഏൻഷാ ഫാമിലി വരുന്നത് വദറിംഗ് ഹൈറ്റ്സിലും ലിൻഡൻസ് ഫാമിലി വരുന്നത് ത്രഷ്ക്രോഷ് ഗേഞ്ചിലും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്നത് ദ ലവ് ഓഫ് കാതറിൻ ആൻഡ് ഹീത്ത്ക്ലിഫ്. കാതറിൻ്റെയും ഹീത്ത്ക്ലിഫിൻ്റെയും ലവ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമുണ്ട് റിവെഞ്ച്. ഹീത്ത്ക്ലിഫിൻ്റെ ആ ഒരു റിവെഞ്ച് ഓൺ ഹിസ് റോങ് ഡൂവേഴ്സ്. തെറ്റായിട്ടുള്ള ആക്ഷൻ ഹീത്ത്ക്ലിഫിനോട് ചലഞ്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹീത്ത്ക്ലിഫിനോട് റോങ് ആയിട്ട് ചെയ്യുന്നവരോട് ഹീത്ത്ക്ലിഫ് എന്ത് ചെയ്തു, റിവെഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അനദർ ഒരു തീം. റിവെഞ്ച് ആണ് അനദർ തീം. അതുപോലെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്ന ഒന്ന് ലവ് ആണ്, വേറൊന്നും എന്താ റിവെഞ്ച്. ഇപ്പോൾ ലവ് എന്ന് പറയുന്ന കാതറിനും ഹീത്ത്ക്ലിഫുമായിട്ടുള്ള ലവ് ആണ്. പിന്നെ ഹീത്ത്ക്ലിഫിൻ്റെ റിവെഞ്ച് ഓൺ ഹിസ് റോങ് ഡൂവേഴ്സ്. ഇതാണ് ഇതിലുള്ള മെയിൻ തീം. റിവെഞ്ച് എന്ന് പറയുന്നത് ആസ് എ പവർഫുൾ തീം ആസ് ലവ് ഇറ്റ്സെൽഫ്. ലവ് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള തീമാണോ ഇതിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു തീം തന്നെയാണ് ഏതാ റിവെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ലവ് എന്ന് പറയുന്നത് കാതറിനും ഹീത്ത്ക്ലിഫ് എന്നുള്ള ലവ് എന്ന് പറയുന്നത് പ്രീ ഓർഡൈൻഡ് ആണ്. പ്രീ ഓർഡൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മുൻകൂട്ടി തീരുമാനിച്ച ആ ഒരു ഡിവൈൻ ലവ് ആണ് കാതറിനും ഹീത്ത്ക്ലിഫും തമ്മിലുള്ള കേട്ടോ. അവരുടെ ലവ് എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് ഡിവൈൻ നേച്ചർ. ഡിവൈൻ നേച്ചറിൻ്റെ ഒരു പാർട്ടാണ് കാതറിൻ്റെയും ഹീത്ത്ക്ലിഫിൻ്റെയും ലവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ക്യാരക്ടേഴ്സിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള 2 ഹൗസസിൻ്റെ സ്റ്റോറിയാണ് മെൻഷൻ ചെയ്യുന്നത്. ഒരു ഹൗസ് എന്ന് പറയുന്നത് വദറിംഗ് ഹൈറ്റ്സും അനദർ ഹൗസ് എന്ന് പറയുന്നത് ഏതാ, ത്രഷ്ക്രോഷ് ഗേഞ്ചും. അപ്പോൾ വദറിംഗ് ഹൈറ്റ്സ് നമുക്കറിയാം ഹോം ഓഫ് ഏൻഷാ ഫാമിലി. ഏൻഷാ ഫാമിലിയുടെ ഹൗസാണ് വദറിംഗ് ഹൈറ്റ്സ്. ത്രഷ്ക്രോഷ് ഗേഞ്ച് എന്ന് പറയുന്നത് ലിൻഡൻ ഫാമിലി, എഡ്ഗാർ ലിൻഡനും അല്ലേ ഇസബെല്ല ലിൻഡനും ഒക്കെ വരുന്ന മിസ്റ്റർ ലിൻഡൻ മിസ്സിസ് ലിൻഡൻ്റെ ലിൻഡൻ ഫാമിലിയുടെ ഹൗസാണ് ത്രഷ്ക്രോഷ് ഗേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വദറിംഗ് ഹൈറ്റ്സിൽ വരുന്നത് മിസ്റ്റർ ഏൻഷ ആൻഡ് മിസ്സിസ് ഏൻഷ. ഓണർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് മിസ്റ്റർ ഏൻഷ. പിന്നെ വൈഫ് ഓഫ് മിസ്റ്റർ ഏൻഷയാണ് ആരാ, മിസ്സിസ് ഏൻഷ. പിന്നെ ഇവരുടെ ആ ഒരു അതുപോലെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് 3 ജനറേഷൻസിലൂടെ മൂവ് ചെയ്യുന്ന സ്റ്റോറിയാണ് കേട്ടോ. 3 ജനറേഷൻസിലൂടെ മൂവ് ചെയ്യുന്ന സ്റ്റോറിയാണ്. ഒന്ന് മിസ്റ്റർ ഏൻഷ, മിസ്സിസ് ഏൻഷ അവരുടെ ഫാമിലി, പിന്നെ ഒന്ന് കാതറിൻ ഏൻഷ, ഹിൻഡ്ലി ഏൻഷ വരുന്ന ഫാമിലി, പിന്നെ അടുത്ത് വരുന്നത് ജൂനിയർ കാതറിൻ, കാതറിൻ ലിൻഡൻ അവരൊക്കെ വരുന്ന ആ ഒരു ഫാമിലി. അപ്പോൾ 3 ജനറേഷൻസിലൂടെ മൂവ് ചെയ്യുന്ന സ്റ്റോറിയാണ് ഇത് വദറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹൗസിൽ മിസ്റ്റർ ഏൻഷ ഈസ് ദ ഓണർ ഓഫ് ദിസ് ഹൗസ് ആൻഡ് മിസ്സിസ് ഏൻഷ ഈസ് ഹിസ് വൈഫ്. ഓക്കെ, പിന്നെ ഇവരുടെ ചിൽഡ്രൻ ആണ് കാതറിൻ ഏൻഷയും ഹിൻഡ്ലി ഏൻഷയും കേട്ടോ. കാതറിൻ ഏൻഷ, ഹിൻഡ്ലി ഏൻഷ. പിന്നെ ത്രഷ്ക്രോഷ് ഗേഞ്ചിൽ വരുമ്പോൾ മിസ്റ്റർ ലിൻഡൻ ആണ് ഏതാ ഓണർ ഓഫ് ദ ഹൗസും മിസ്സിസ് ലിൻഡൻ മിസ്റ്റർ ലിൻഡൻ്റെ വൈഫ്. പിന്നെ അവരുടെ സണ്ണാണ് ആരാ, എഡ്ഗാർ ലിൻഡൻ. ഡോട്ടർ എന്ന് പറയുന്നത് ഇസബെല്ല ലിൻഡൻ. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു ക്യാരക്ടർ നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് നെല്ലി ഡീൻ എന്ന്. നെല്ലി ഡീൻ അവരുടെ അനദർ നെയിമാണ് എലൻ ഡീൻ എന്നൊരു നെയിമുണ്ട്. നെല്ലി ഡീൻ ഓർ എലൻ ഡീൻ എന്ന്. എലൻ ഡീൻ ഓർ നെല്ലി ഡീൻ എന്ന് പറയുന്ന ഹൗസ് കീപ്പർ അറ്റ് ത്രഷ്ക്രോഷ് ഗേഞ്ച് ആണ്. നമ്മൾ ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ ഈ നെല്ലി ഡീൻ എവിടുത്തെ ഹൗസ് കീപ്പറാണ്, ത്രഷ്ക്രോഷ് ഗേഞ്ചിലെ ഹൗസ് കീപ്പറാണ്. പക്ഷേ ഇത് ആക്ച്വലി എവിടെയുള്ള ഹൗസ് കീപ്പർ ആയിരുന്നു, വദറിംഗ് ഹൈറ്റ്സിലെ ഹൗസ് കീപ്പർ ആയിരുന്നു. അതൊരു സ്റ്റോറി നമ്മൾ പറയുമ്പോൾ കിട്ടും.
അപ്പം നെല്ലിഡിന്ന് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൗസ് കീപ്പർ അറ്റ് ത്രഷ് ക്രോസ് ഗേഞ്ച് എന്ന ആൻഡ് ഇതിൻ്റെ നരേറ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഷീ നരേറ്റ്സ് ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ദ സ്റ്റോറി ടു മിസ്റ്റർ ലോക്വുഡ്. മിസ്റ്റർ ലോക്വുഡാണ് ഇതിൻ്റെ മെയിൻ നരേറ്റർ. മിസ്റ്റർ ലോക്വുഡ് ഒരു ന്യൂ ക്യാരക്ടർ അല്ലേ ഇപ്പോൾ. മിസ്റ്റർ ലോക്വുഡാണ് ഈ സ്റ്റോറിയുടെ നരേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ മിസ്റ്റർ ലോക്വുഡ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ത്രഷ് ക്രോസ് ഗേഞ്ചിൽ ഒരു ടെനൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? ത്രഷ് ക്രോസ് ഗേഞ്ച് രണ്ടിടത്ത് അവിടെ താമസിക്കുന്ന ആളാണ് ആരാ? ഈ മിസ്റ്റർ ലോക്വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ്റ്റർ ലോക്വുഡ് കുറേ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, പ്രസൻറ്റിലുള്ള കാര്യങ്ങളാണ് ആരും നരേറ്റ് ചെയ്യുന്നത്? മിസ്റ്റർ ലോക്വുഡ് നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ ലോക്വുഡിന് അറിയാൻ പാടില്ലാത്ത പാസ്റ്റിലെ കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുക്കുകയാണ്? നെല്ലി ഡീൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്കാ? മിസ്റ്റർ ലോക്വുഡിന്. അപ്പം നെല്ലി ഡീൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ലോക്വുഡ് ആൻഡ് റീഡേഴ്സിൻ്റെയും ലോക്വുഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട്. അപ്പോൾ മെയിൻ നറേറ്റേഴ്സ് ഒരാൾ നെല്ലി ഡീനും പാസ്റ്റിലുള്ള കാര്യങ്ങൾ നറേറ്റ് ചെയ്യുന്നതും, പിന്നെ മിസ്റ്റർ ലോക്വുഡ് പ്രസൻറ്റിലെ കാര്യങ്ങൾ നറേറ്റ് ചെയ്യുന്നത്. മിസ്റ്റർ ലോക്വുഡ് എന്ന് പറയുന്ന ടെനൻ്റ് ഓഫ് ത്രഷ് ക്രോസ് ഗേഞ്ച് ആണ്. ആൻഡ് ദ നോവൽ ഈസ് ഇൻ ദ ഫോം ഓഫ് നരേഷൻ ബൈ മിസ്റ്റർ ലോക്വുഡ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വരുന്നു. ഇതിൽ നമ്മൾ പറഞ്ഞത് മിസ്റ്റർ എൻഷ, മിസ്സിസ് എൻഷ, കാതറിൻ എൻഷ, ഹിൻഡ്ലി എൻഷ അല്ലേ. ഹിൻഡ്ലി എൻഷ എന്ന് പറയുന്നത് സൺ ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എൻഷ, കാതറിൻ എൻഷ ഡോട്ടർ ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എൻഷ. പിന്നെ ഒരു ക്യാരക്ടറുണ്ട് ഹീത്ക്ലിഫ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഹീത്ക്ലിഫ് എന്ന് പറയുന്ന ഒരു ഓർഫൻ, ഒരു അനാഥനാണ് ഹീത്ക്ലിഫ്. ഹീത്ക്ലിഫിനെ മിസ്റ്റർ എൻഷ ലിവർപൂൾ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്ക് ബിസിനസ്സിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് മിസ്റ്റർ എൻഷയ്ക്ക് കിട്ടുന്ന ഒരു സ്ട്രീറ്റിലൂടെ വാണ്ടർ ചെയ്ത് നടക്കുകയായിരുന്നു ആരാ? ഹീത്ക്ലിഫ്. അങ്ങനെ കിട്ടുകയായിരുന്നു ആർക്കാ? മിസ്റ്റർ എൻഷയ്ക്ക്. അപ്പോൾ അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഫനാണ് ആരാ? മിസ്റ്റർ എൻഷ അഡോപ്റ്റ് ചെയ്ത ഒരു ഓർഫനാണ് ഹീത്ക്ലിഫ് എന്ന് പറയുന്നത്. ആൻഡ് ഹീത്ക്ലിഫ് ഹി ഫോൾസ് ഇൻ ലവ്